ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെന്താണെന്നറിയോ സ്പെഷ്യൽ? ഇന്നൊരു കല്യാണം. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട്സുകളും കൂടി കല്യാണത്തിന് പോവാണ്. അപ്പൊ ഫ്രണ്ട്സുകളൊക്കെ പല പല ഭാഗത്താണ്. ഇനി ബസ് കയറി സ്റ്റാൻഡിൽ നിന്ന് വേണം എല്ലാരും കൂടി ഒന്ന് കണ്ടു. അങ്ങനെ ആ അവസാന ബസ്സൊക്കെ കയറി സ്റ്റാൻഡിൽ നിന്ന് എല്ലാരും കണ്ടുമുട്ടി. അത്യാവശ്യം എല്ലാരും മൊഞ്ചക്കായിട്ടാണ് കല്യാണത്തിന് എത്തിയത്. കല്യാണത്തിന് പോകണം എന്റെ ഗ്രൂപ്പിൽ കുറച്ച് ചർച്ചകളുണ്ട്. നമുക്ക് അങ്ങനെ ഫോട്ടോ എടുക്കണം, ഇങ്ങനെ ഫോട്ടോ എടുക്കണം. എന്തായാലും ക്ലാസ് കട്ട് ചെയ്തിട്ടാ പോകണം. അപ്പൊ എന്തായാലും ഒന്ന് സെറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞു. ഫൈനലി അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഇവിടെ നിന്നാണ് ഗൈസ് ഞങ്ങൾ ഒറിജിനൽ കഥകൾ തുടങ്ങും. അത്യാവശ്യം ഫുൾ കിടയിലാണ് കേട്ടോ എല്ലാവരും. അത് കുറച്ച് മേക്കപ്പ് ഇട്ടതിന്റെ കിടയാണ് കേട്ടോ. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ അകത്ത് കയറിട്ട് ആദ്യം ഒന്ന് ഫേസ് ഒക്കെ നോക്കാൻ വേണ്ടി റൂമിൽ അപ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ ലുക്ക് ഒക്കെ ഒന്ന് കാണാൻ. എടുക്കുമ്പോൾ പക്ഷേ ഒന്ന് കേടാൻ വേണ്ടിട്ടോ. മറ്റാൾ അങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യില്ല. അപ്പൊ അത് ഇട്ടതിന്റെ ഒരു വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് എന്റെ സൗണ്ടിനെ കാട്ടി ഓഡിറ്റോറിയത്തിനുള്ളിൽ സൗണ്ടിനെ കേൾക്കുന്നത്. അപ്പൊ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോ ഫുൾ വമ്പ തിരക്ക് കാരണം ഞങ്ങൾ 1 മണിക്കൂർ നിന്ന് ലാസ്റ്റ് ഫുഡും കിട്ടിയില്ല. കല്യാണം മോചി ഞങ്ങൾ എന്തൊക്കെയായിരുന്നു. ഫോട്ടോ ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ നിൽക്കണം. മൂഞ്ചിയപ്പോൾ എല്ലാവരും ചോറിന് വേണ്ടി കെഞ്ചുന്നു. ചോറൊന്നും തിന്നാതെ മുബശ്ശറിന്റെ വീട്ടിൽ പോവാം. കണ്ടോ അവളെ വീട് എത്തി. ഗായ്സ്, ഇതാണ് മുബശ്ശറിന്റെ വീട് കേട്ടോ. നമുക്ക് പോവാം. കഷ്ടപ്പെട്ട് എത്ര കഷ്ടപ്പെട്ടെന്നാ അറിയോ കല്യാണത്തിന് വന്ന്. ആ കല്യാണത്തിന്റെ അവസ്ഥ വീടത് കാണിക്കാൻ പറ്റാത്തുള്ള ഞാൻ കാണിച്ചിരുന്നു. ഒരു കല്യാണം എന്ന് പറയുമ്പോ എന്താണ് ലൈഫ് ഫുൾ മൂഞ്ചല. കല്യാണത്തിന് ചോറ് ഇട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് മുബശ്ശറിന്റെ വീട്ടിൽ ഉമ്മ എന്തായാലും ചോറ് ഓർഡർ ചെയ്തിരുന്നു. അത് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് വേഗം ഓടി കഴിച്ചില്ല. ഫുഡ് എത്താൻ കുറച്ച് ലേറ്റ് ആവണോണ്ട് തന്നെ അവിടെ കുറെ മാംഗോ ഉണ്ട്. അങ്ങനെ വേഗം പോയി കണ്ട് മാംഗോ ജ്യൂസ് അടിച്ചല്ലേ. ഫുൾ വിശപ്പാണ്. വീട്ടിൽ നിന്ന് 4 മണി ആയി കഴിഞ്ഞാൽ നമുക്ക് വിശപ്പുണ്ടാവില്ല. പക്ഷെ വേറെ എവിടെയെങ്കിലും പോയേക്കാം 1 മണി ആയി കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും വിശപ്പ്. എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ്. അങ്ങനെ പെട്ടെന്ന് മാംഗോ കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ എല്ലാരും കൂടി. വീട്ടിൽ പോലും ഇങ്ങനെ സീരിയസ് ആയിട്ട് ആരും പണിയെടുക്കില്ലതോ. എന്ത് സ്പീഡാണ് ഓരോരുത്തരുടെ വർക്കൊക്കെ. ഞാൻ പിന്നെ നൈസായിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാണ്ട് ബുദ്ധിനാണ്ട് ഒഴിഞ്ഞെന്ന്. എന്റെ മുഖം ഒരു ക്ലിയർ ചെയ്യ. പക്ഷെ ഞങ്ങൾ മൂഞ്ചി. എന്താ എന്റെ അഭിപ്രായം കല്യാണത്തിന് വന്ന്? ഒറ്റ വാക്ക മുഞ്ചോണ്ട് എന്തായി? മുബശ്ശറിന്റെ വീട്ടിൽ വന്ന് നമുക്ക് ചോറ് തിന്നാനും ജ്യൂസ് കുടിക്കാനൊക്കെ മാംഗോ ജ്യൂസ് ഇപ്പൊ ജ്യൂസ് ആയിട്ട് വരും. അങ്ങനെ വേഗം ജ്യൂസ് ഒക്കെ അടിച്ച് കിട്ടി. നമ്മൾ അതങ്ങോട്ട് ഹാപ്പി ആയി. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി കല്യാണത്തിന് വന്ന് ചോറ് നേരെ ബസ് കയറി വീട്ടിൽ പോണതിനെക്കാട്ടി മെമ്മറീസ് നമുക്ക് മുബശ്ശറിന്റെ വീട്ടിൽ വന്നതുകൊണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നാവുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടക്കാന്ന് പറയുന്നത്. ജ്യൂസ് കുടിച്ച് കഴിയുമ്പോൾ നമ്മളെ പിന്നെ ബിരിയാണി വന്നു കഴിഞ്ഞപ്പോ പിന്നെ എല്ലാവർക്കും തല്ലും. എല്ലാവർക്കും ഉണ്ട് താനും. എന്നാലും ഒരു രസമല്ലേ ഇതൊക്കെ. ഈ ഒരു മൂഞ്ചിയ കല്യാണ ദിവസം ആർക്കായാലും ഇനി മറക്കും. ഇതിലാകെ കോയിന്റെ കാലം തന്നെ ഒന്നും ഉള്ളത്. എനിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് വിളിച്ചിരുത്തിട്ട് ഇതാണ് മുബശ്ശറിന്റെ ഒറിജിനൽ സ്വഭാവം. ഈ ബിരിയാണി കഴിക്കുമ്പോഴേ സമയം 3 മണി ആയിട്ട് ഞാൻ തിന്നോണ്ടിരിക്കുമ്പോ പല പല കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ കുറെ നേരം ടൈം അവിടെ തന്നെ കുറെ വേസ്റ്റ്. ഞാനിട്ട ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ സ്വന്തം അടിച്ചതാണ്. ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണേ. ഇനി നമ്മൾ മുബശ്ശറിന്റെ കുറച്ച് കളക്ഷൻസ് കാണാനുണ്ട്. എന്താ വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കമോണോ അലമുറ കണ്ടാൽ ഞെട്ടും. നമുക്ക് നോക്കാം. ഡ്രസ് കളക്ഷൻ ആണോ എന്താന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം. ഇനി ചാവി തപ്പണം. അതിന് നമുക്ക് വീഡിയോ ഓഫ് ആക്കണം. അല്ലാതെ ചാവി കിട്ടില്ല. അങ്ങനെ അവസാനം തെരഞ്ഞെരിഞ്ഞ് നമ്മളെ ചാവി കിട്ടിയത് പോട്ടെ. എന്നിട്ട് തുറക്കാൻ പറ്റണ്ട. അതും എന്തായാലും കല്യാണം മോചിട്ടുണ്ടെങ്കിലും മുബശ്ശറിന്റെ വീട്ടിൽ ഞങ്ങൾ അങ്ങോട്ട് അടിച്ചു പോയി. അങ്ങനെ അവസാനം ചാവി തിരിച്ച് ശ്രമം അങ്ങോട്ട് വിജയി. കണ്ടില്ലേ, ഇതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. ഇതേപോലെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. മുബശ്ശറിന്റെ കൂടെ ആളായിക്കോട്ടെ. ക്ലാസ്സിനൊക്കെ വന്നെങ്കിൽ അവള് പറയും എന്റെ വീട്ടിൽ വരാണ്ട് നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാണ്ട് കേട്ടോ. എന്റെ അടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇത്രക്കും പ്രതീക്ഷിച്ചില്ല. നമുക്ക് ശരിക്കും ഇതിന്റെ ഡോറൊക്കെ തുറക്കാൻ പറ്റും. എല്ലാ മണിന്റെ ഡോറൊക്കെ തുറക്കാൻ പറ്റൂട്ടാ. മുബശ്ശിറ പൊള്ളിയാണ് നോക്കാം. എനിക്കിതില് ഇഷ്ടമായി. അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ബീച്ചിലേക്ക് പോവാം. ഇനി ബീച്ചിൽ പോയിട്ട് കാണിച്ചു. അങ്ങനെ നമ്മൾ കല്യാണത്തിന് വന്ന ചമ്മിയ സ്ഥിതിക്ക് ഉമ്മനോടൊക്കെ ഒന്ന് യാത്ര പറയട്ടെ. അങ്ങനെ ഉമ്മനോടൊക്കെ യാത്ര പറഞ്ഞ് ഇനി ബീച്ചാണ് ലക്ഷ്യം. ഈ ഒരു ഷാളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇതുവരെ മനസ്സിലായിട്ട് സാരല്ല. ഇതൊക്കെ ഇനി ശീലായിക്കോ. സമയം വൈകുന്നതനുസരിച്ച് മനസ്സിൽ ഒരേ ഒരു കാര്യം, വീട്ടിലെത്തി കഴിഞ്ഞാൽ വീട്ടിൽ എന്തായാലും ചോദിക്കും കല്യാണം എങ്ങനെയുണ്ട്. ക്ലാസ് ഒഴിവാക്കി കല്യാണത്തിന് പോയിട്ട് കല്യാണം മൂഞ്ചിയ കഥ അറിയാം. എന്തായാലും ഒരു ചീത്ത പ്രതീക്ഷിക്കാം. യൂസ്റ്റിന്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെരുപ്പ് കാണിച്ചു തരോ? ചെരുപ്പ് പൊട്ടി. ഗൈസ് ഓരമ്മ പറഞ്ഞ ഞങ്ങളോട് കടമെടുത്തോളിന്ന്. ലാസ്റ്റ് എന്തായി? വേണ്ടമ്മ എന്ന് പറഞ്ഞിറങ്ങിയപ്പോ മഴ പെയ്ത്. ഇതാണ് ഉമ്മമാരെ വാക്ക് തെറ്റിച്ചു തരാൻ പാടിയാന്ന് പറയാം. അപ്പോഴേ പറഞ്ഞ ഗൈസ് നമ്മളിവിടെ എത്തി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞപ്പോ 4:30 ആയി. ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ പുറത്താക്കും ഞങ്ങളെ.
എവിടൊക്കെ എത്തണം നമ്മള്? നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെയാണ് തല്ല്. ഏതൊരു ഒരു പാട്ട് പാടും. പാട്ടിന്റെ വരി കറക്റ്റായിട്ട് രണ്ടാൾക്ക് അറിയില്ല, പക്ഷെ എന്നാലും അവരവർ പാടുന്നതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി തല്ല. ഇവരെങ്ങോട്ടാ കൊണ്ടുപോകണം അറിയില്ല. പിടിച്ച കടലമ്മ, കടലല്ല കടലമ്മ വെച്ചത്. പൂച്ച വിചാരിക്കണേ കുത്താമാരെന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് നോക്ക്. ഗൈസ് ഇവരെല്ലാരും കടലിൽ കളിക്കാൻ പോവാണ്. കടലിലെടുത്ത് പോയിട്ട് ഉപശിറ വാടാ വാടാ പയ്യ എങ്ങനുണ്ട്? പയ്യൻ ഓടി വന്നില്ലേ? ഓള് വെറുതെ വിളിച്ച് വാടാ വാടാ പയ്യ. പയ്യൻ അങ്ങോട്ട് വന്നോണ്ട് കാണിച്ചു കൊടുത്ത്. അങ്ങനെ ഗൈസ് ചെരുപ്പ് ഒലിച്ചു പോയി. കുറച്ചും കൂടി കഴിയാണെങ്കിൽ ചെരുപ്പ് ഇവിടുന്ന് കിട്ടൂല. മുബഷിറ ചെരുപ്പ് സാഡ് അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവസാനം ബീച്ചിൽ നിന്ന് മഴ പെയ്ത് അവിടെ നിന്ന് ഓടി. മൂഞ്ചൽ ലൈഫ് ഹേ ബെസ്റ്റ് ലൈഫ്. ഇന്ന് ഫുൾ ഫൈനലി നമ്മൾ ചായ കുടിക്കാൻ വന്നു. കണ്ടോള അവസ്ഥയാണ് ഇപ്പത്. ഒരു കൈയും കൂടെ ഉണ്ടെങ്കിൽ ഈ ഗ്ലാസും കുടിച്ചാനെ. അങ്ങനെ ചായയൊക്കെ കഴിഞ്ഞ് നേരെ സ്റ്റാൻഡിൽ പോയി ബസ്. ടൈം ആണെങ്കിൽ കുറച്ച് ഓവർ ആയിട്ടുണ്ട്, എന്നാലും ഇന്നത്തെ ദിവസം സെറ്റായി. അപ്പൊ ഇത്രയുള്ള വീഡിയോ. ബൈ, സീ യു.